എൻ്റെ ഒരു സുഹൃത്ത് ഇന്നെനിക്ക് ഈ നരബലിയുമായി ബന്ധപ്പെട്ട് പോലീസ് കോടതിയിൽ കൊടുത്തിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടുണ്ട്. ആ റിമാൻഡ് റിപ്പോർട്ടിൻ്റെ ഒരു പകർപ്പ് എൻ്റെ വാട്സപ്പിലേക്ക് അയച്ചു തന്നു. ഞാനത് ഇരുന്ന് വായിച്ചു. സത്യം പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി. ഈ നരബലി കേസുമായി ബന്ധപ്പെട്ട് ഷാഫിയുടെയും ലൈലയുടെയും ഭഗവത് സിംഗിൻ്റെയും ഒക്കെ ക്രൂരത ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് അതിലേക്ക് കുറച്ചൊക്കെ മാധ്യമ തള്ളുകൾ ഉണ്ടാകാം എന്നുള്ളതാണ്. കുറച്ചൊക്കെ. പക്ഷേ ഒരു തള്ളുമില്ല, എല്ലാം പച്ചയായ യാഥാർത്ഥ്യമാണ്. റോസ്ലിയുടെ യോനിയിലേക്ക് അഥവാ രഹസ്യഭാഗത്തേക്ക് ഈ കത്തി കുത്തിയിറക്കിയതിനെ കുറിച്ചിട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ റോസ്ലിയുടെ കൈകാലുകളൊക്കെ ഇങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോസ്ലിയുടെ വായ മൂടിക്കെട്ടിയിരിക്കുകയാണ്. ജീവനുണ്ട്. മുഴുവൻ വസ്ത്രങ്ങളും അഴിച്ചു മാറ്റിയിരിക്കുകയാണ്. പരിപൂർണ നഗ്നയാണ്. അങ്ങനെ ഇരിക്കുന്ന ഈ റോസ്ലിയുടെ രഹസ്യഭാഗത്തേക്ക് ലൈല എന്ന് പറയുന്ന ഭഗവത് സിംഗിന്റെ ഭാര്യ കത്തി ഇങ്ങനെ കുത്തി ഇറക്കിയിട്ട് അതിങ്ങനെ വലിച്ചെടുത്തു എന്നുള്ളത് തന്നെയാണ് റിമാൻഡ് റിപ്പോർട്ട് പറയുന്നുള്ളത്. വളരെ ക്രൂരമായ മൃഗീയമായ ഒരു അന്തരീക്ഷമാണ്. ജീവനുണ്ട് റോസ്ലിക്ക്. ഈ സമയം അവരനുഭവിച്ച വേദന എത്രത്തോളം ഉള്ളതായിരിക്കും. എന്നിട്ട് അത് മാത്രമല്ല, ഈ കത്തി കുത്തിയിറക്കിയിട്ട് അവിടെ ഇങ്ങനെ മുറിച്ചു കൊണ്ടുപോവാണ്. അതിനുശേഷം ഇവര് വയറിൻ്റെയും അതുപോലെ തന്നെ ശരീരത്തിൻ്റെയും ഭാഗങ്ങൾ ഇങ്ങനെ കീറി മുറിക്കുകയാണ്. ഒരു മീനൊക്കെ മുറിക്കുന്നത് പോലെ, ഇറച്ചിയൊക്കെ മുറിക്കുന്നത് പോലെ ഇങ്ങനെ കീറി മുറിക്കുകയാണ്. അതിനുശേഷം ഈ ഭഗവത് സിംഗ് എന്ന് പറയുന്ന ആള് റോസ്ലിയുടെ 2 മാറിടങ്ങൾ മുറിച്ചു മാറ്റി എന്നുള്ളതാണ്. അപ്പോഴും ജീവനുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ 3 പേരുടെയും മെന്റാലിറ്റി, അല്ലെങ്കിൽ ഇവർ എന്ത് അവസ്ഥയിലായിരുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. ഒരു മനുഷ്യൻ ഇത്രയും ക്രൂരമായ വേദനകൾ സഹിച്ച് പിടയുന്ന സമയത്തും അവരുടെ ഈ പറയുന്ന ക്രൂരതകൾ നിർത്തുന്നില്ല. മാറിടങ്ങൾ മുറിച്ചു മാറ്റിയതിനു ശേഷം ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ കീറി കീറി മീൻ മുറിക്കുന്നത് പോലെ, ഇറച്ചു മുറിക്കുന്നത് പോലെ കീറി മുറിച്ചതിന് ശേഷം ഒരു മസാല ഇവരുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തൊരു ഭീകരമാണത്. മസാല എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ കോഴിയിലൊക്കെ ഇറച്ചിയിലൊക്കെ ഇടുന്നത് പോലെ ഒരു മസാല ഇവർ ഉണ്ടാക്കിയെടുത്ത് ആ മസാല ഈ പറയുന്ന ശരീരത്തിൽ കീറി മുറിച്ച ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഇട്ടുകൊടുത്തു എന്നുള്ളതാണ്. അപ്പോഴും ജീവനുണ്ട് എന്നുള്ളതാണ്. മൃഗീയമാണ്. അതിക്രൂരമായ ഒരു കൊലപാതകം തന്നെയാണ്. ഒരു രീതിയിലും രക്ഷപ്പെടാൻ പാടില്ല. കൃത്യമായ ശിക്ഷ ലഭിക്കണം. കാരണം തൂക്കിക്കൊല്ലണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ആ രീതിയിലുള്ള ശിക്ഷ നിയമപരമായിട്ട് തന്നെ ഈ പറയുന്ന 3 പ്രതികൾക്കും കൊടുക്കണം. ഒരു മനുഷ്യനെ ഈ രീതിയിൽ ക്രൂരമായി കൊന്നു ഒരു തെറ്റും ഈ പറയുന്ന റോസ്ലി ഇവരോട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. റോസ്ലിയോട് ഇവർക്ക് മുൻവൈരാഗ്യമില്ല. റോസ്ലി പറയുന്ന ഇവരെ ഒരു രീതിയിലും ഉപദ്രവിച്ചിട്ടില്ല. ഒരു പ്രാവശ്യം പോലും ഈ പറയുന്ന ആളുകളെ വേദനിപ്പിച്ചിട്ടില്ല. ഇവര് നൽകിയ ഒരു വാഗ്ദാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് വന്നു. അത് എന്തു ആയിക്കൊള്ളട്ടെ, എന്ത് വാഗ്ദാനവും ആയിക്കൊള്ളട്ടെ. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യ ജീവനെ ഈ രീതിയിൽ മൃഗീയമായിട്ട് കൊന്ന് ആസ്വദിച്ച് അവര് വേദന അനുഭവിച്ച് നിലവിളിക്കുന്നത് ചെവിയിലൂടെ ഇങ്ങനെ കേട്ട് അത് ആസ്വദിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അവരെ ഉപദ്രവിച്ച് അവസാനം ഈ ക്രൂരമായ പീഡനങ്ങളൊക്കെ അനുഭവിച്ച് ആ അനുഭവിച്ച പീഡനങ്ങൾക്കൊക്കെ ഒടുവിൽ ഈ പറയുന്ന ആൾ എന്നെ ഒന്ന് കൊന്നു തന്നാൽ മതി എന്ന് തോന്നുന്ന നിമിഷം ഈ പറയപ്പെടുന്ന ആള് കഴുത്തറുത്ത് കൊല്ലുന്നു ഈ റോസ്ലിയെ. അതിഭീകരമായ വളരെ ക്രൂരമായ നിമിഷങ്ങൾ. അവരുടെ കുടുംബത്തിന് ഇത് താങ്ങാനാകുമോ? ഈ റിമാൻഡ് റിപ്പോർട്ടും മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്തകൾ കണ്ട് റോസ്ലിയുടെ കുടുംബം എന്ന് വിചാരിച്ചു. ഭയാനകമായ ഒരു അവസ്ഥയല്ലേ, ഭീകരമായ ഒരു അവസ്ഥയല്ലേ. എന്തിൻ്റെയെങ്കിലും ഒരു പേരുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒരു പ്രശ്നമോ കാര്യം ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും ചെയ്യാൻ പാടില്ല. അതൊരു മറ്റൊരു വസ്തുത. നിരപരാധിയായ ഒരാളെ ഈ രീതിയിൽ കൊന്നു തള്ളിയ ഇവർ ചിലപ്പോൾ നാളുകളിൽ ജയിലിനകത്ത് തിന്ന് കൊഴുത്തു പോകും. ഇവിടെയൊക്കെയാണ് ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു പോകുന്നത്. പക്ഷെ അതും നിയമപ്രകാരം തെറ്റാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാനേ പാടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. എന്തായാലും ഭീകരമായ ഒരു കുറ്റകൃത്യം ചെയ്ത ഇവരെ നിയമം വെറുതെ വിടരുത്. കൃത്യമായ ശിക്ഷ കൊടുക്കണം. കാരണം ഈ ശിക്ഷ കേരളത്തിൽ ഇത്തരത്തിലുള്ള ചാത്തൻ സേവ, മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് ആഭിചാര പ്രക്രിയയൊക്കെ പറഞ്ഞു വരുന്ന എല്ലാവന്മാരുടെയും ആപ്പീസ് പൊട്ടുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കോടതി വളരെ പെട്ടെന്ന് തന്നെ ഈ കേസ് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. വളരെ പെട്ടെന്ന് സ്പീഡായിട്ട് വിചാരണ നടത്തണം. സ്പീഡായിട്ട് തന്നെ വിധി വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും ആപ്പീസ് പൊട്ടും. അങ്ങനെ ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു വിധി അത് കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. കാരണം
ഭയങ്കരമായ, അതായത് ഭീകരമായ കുറ്റകൃത്യമാണ് ചെയ്തിട്ടുള്ളത്. ഒരു രീതിയിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാടില്ല. മനുഷ്യനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇല്ലാതാക്കുന്നവന്മാർ ആരായാലും വെറുതെ വിടാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക്.